ഏതാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നല്ല സദസ്സാണ്. കാസർഗോഡ് വന്ന അൽഹംദുലില്ലാഹ് നല്ല സദസ്സ്. ഇതിന്റെ സംഘാടകരെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കും. എല്ലാ സൗകര്യമുണ്ട്, എല്ലാ ആളുകളും അതേപടി ഇരിപ്പുണ്ട്. അവസാനം നമുക്കൊരു നല്ല ദുആയോടെ പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഉറക്ക സ്വലാത്തു അലൈഹി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറേ പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവദാനങ്ങൾ പാടിപ്പുകത്തപ്പെടാൻ ഭൂമിയിലേക്ക് ജന്മം നൽകപ്പെട്ട മക്കയിലെ സുന്ദരനായ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുല്ലാഹിയുടെ സുമുഖിയായ ഭാര്യ ആമിന റളിയല്ലാഹു തആലയുടെ ഗർഭാശയത്തിൽ പിറവിയെടുത്ത് അവിടെ നിന്ന് ജനിക്കപ്പെട്ട് അനാഥനായി ജനിക്കപ്പെട്ടു. മക്കയിലെ ഏറ്റവും വലിയ ആധാരം പോലെ പാല് കൊടുക്കുവാൻ വേണ്ടി മക്കയിൽ നിന്ന് തായിഫിലേക്ക് പോകുന്ന വഴിയിൽ ഏതാണ്ട് 80 കിലോമീറ്റർ അകലെയുള്ള ബനൂ സായിദ ഗോത്രത്തിന്റെ പുരാതനമായ ഒരു ഗ്രാമാന്തരീക്ഷത്തിലെ ഹലീമത്ത് സഅദിയ റളിയല്ലാഹു തആലയുടെ വീട്ടിലെ തൊട്ടിലിൽ കിടന്ന് താരാട്ട് പാടുമ്പോ ഷൈമ എന്നു പേരുള്ള ഹലീമത്ത് സഅദിയ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോള് തൊട്ടിലിട്ട് താരാട്ട് പാടുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ടിയ പാട്ടേതാ? يا ربنا ابكي اخي محمدا حتى رآه نافعا وامردا هذا خلي لم تلد امي. എന്റെ ഉമ്മ പ്രസവിച്ചില്ലെങ്കിലും സഹോദരനെ പോലെ എന്നോട് ചേർന്ന് നിന്ന മുത്തയുണ്ട്. തൊട്ടിലെ താരാട്ട് പാടുമ്പോ ഷൈമാന്റെ ചുണ്ടുകളിലൂടെ അപദാനങ്ങൾ പാടിപ്പുകത്തപ്പെട്ട ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, യാ ഹബീബ് നൂറെ മുജസ്സം, യാ ഹബീബ് നൂറെ മുഅല്ലം. ഹബീബായ നബിയോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തുകൾ ചുണ്ടിൽ നിന്ന് മാറിപ്പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വീടുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ ഖുർആന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുമ്പോ ഞാനൊരു വിമർശന വിധേയമായിട്ടല്ല. നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ ഉണ്ടാകാൻ ഖുർആന്റെ ആയത്തുകൾ പറയുമ്പോ ഞാനൊരു പണ്ഡിതനായതുകൊണ്ടോ പാണ്ഡിത്യ ഗരിമ അവകാശപ്പെട്ടിട്ടല്ല. ഞാൻ നിങ്ങളെ പോലൊരു പണ്ഡിതനല്ല. പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല. ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല. ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല. പ്രഭാഷണം പറയാ ഞാനൊരു പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല. പ്രണയം പറയാ ഞാനൊരാഷിക്കല്ല. പിന്നെയോ അറിവില്ല ബാലാരിട്ടതുകൾ തീർന്നിട്ടില്ലാത്ത കഴിഞ്ഞ 17 വർഷക്കാലമായി ആയിരക്കണക്കിന് സദസ്സുകളിൽ അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹമായ വിശുദ്ധമായ ഖുർആനിന് എന്നെ കേൾക്കാനെത്തിയ നവതലമുറയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന ഒരു ഖുർആനിന്റെ ഖാദിമാണ് ഞാൻ, ഒരു ഖാദിമുൽ ഖുർആൻ. അല്ലാഹു ആ സേവനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. എന്നെ കേൾക്കാൻ എത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ലക്ഷങ്ങൾ മുടക്കൂ 1000 തൂണുകൾ കൊണ്ട് നമ്മുടെ വീടുകളെ നമ്മൾ താങ്ങി നിർത്തുമ്പോ ആ വീടിനെ താങ്ങി നിർത്തേണ്ട യഥാർത്ഥ തൂണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തഖ്വല്ലാഹ്, അല്ലാഹുവിനോടുള്ള തഖ്വയാ. ഒരു മനുഷ്യനെത്തോളം തഖ്വ അല്ലാഹു കൊടുത്തു. ആ തഖ്വയാണ് ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന വലിയ അനുഗ്രഹം. പക്ഷേ അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹത്തിലെ തഖ്വ കടിഞ്ഞാൽ, ഒരു പുരുഷൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തഖ്വ കടിഞ്ഞാൽ, അൽ മർഅതു സ്വാലിഹാ, അൽ മർഅതു സ്വാലിഹാ, ഒരു സച്ചരിതയായ ഭാര്യയെ കൊടുക്കലോ. തഖ്വ കടിഞ്ഞാൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒരു ഉത്തമയായ ഭാര്യയെ കിട്ടലോ. നമ്മുടെ വീടിന്റെ യഥാർത്ഥ തൂണ് അകത്തളത്തിലെ താങ്ങി നിർത്തേണ്ട, നമ്മുടെ കുടുംബത്തെ താങ്ങി നിർത്തേണ്ട തൂണേതാ? അൽ മർഅതു സ്വാലിഹാ.
അത് സാലിഹത്തായ ഒരു ഭാര്യയാ. നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ കണ്ണുനീരുകളിലും നമുക്ക് പങ്കാളിയാവുന്ന, നമ്മുടെ വീടിനെ തർബിയത്ത് നടത്തുന്ന, നമ്മുടെ മക്കളെ നമ്മുടെ അഭാവത്തിൽ വളർത്തിത്തരുന്ന, നമ്മുടെ പ്രയാസങ്ങളിൽ പങ്കാളിയാവുന്ന ഒരു ഭാര്യ. സഹോദരാ, നിന്റെ വീടിന്റെ ഉള്ളിൽ ഭാര്യ എന്ന ലോകത്തിന്റെ അനുഗ്രഹമായ തൂണ് നിനക്ക് കിട്ടിയോ? അല്ലാഹുവിന്റെ റസൂലിന് ആയിഷ ബീവിയെ കിട്ടിയതുപോലെ, ഇബ്രാഹിം നബിക്ക് ഹാജറയെ കിട്ടിയതുപോലെ, അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമയെ സഖിയാക്കിയതുപോലെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉമ്മു റൂമാനെ പോലെ റളിയല്ലാഹു തആല അൻഹുന്ന അജ്മഈൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ ജീവിതത്തിന്റെ വിജയത്തിന്റെ വടിയിലേക്ക് കൈപിടിച്ചു നടത്തിയ ലോകത്തിലേതെങ്കിലും ഒരു പുരുഷൻ വിജയിച്ചിട്ടുണ്ടോ? ആ വിജയത്തിന്റെ പിന്നിൽ അവന്റെ ഭാര്യയുടെ കരങ്ങളുണ്ട് മോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് കലഹങ്ങളായി, ഇണക്കങ്ങളായി, പിണക്കങ്ങളായി ഭാര്യഭർത്തൃബന്ധം തകർന്നു പോകുമ്പോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കട്ടപ്പെട്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോ ആ വീടിന്റെ ഉമ്മറപ്പടിയിലെ സ്നേഹത്തോടെ പുഞ്ചിരിച്ച് കടന്നു വരുന്ന നമ്മള് രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഹൃദയത്തിന് സാഹോദര്യം തരുന്ന, നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തരുന്ന ഭാര്യ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. ഭാര്യമാരെ അല്ലാഹു നിങ്ങൾക്ക് തന്നത് സമാധാനത്തിന് വേണ്ടിയാ. എന്നോടും നിങ്ങളോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി നമ്മളൊരു വീട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് സമാധാനം നൽകുന്ന ഒരു സൗഭാഗ്യവതിയെ നമുക്ക് കിട്ടിയോ? എന്നാൽ നിങ്ങളോട് ഞാനൊരു കഥ പറഞ്ഞു തരാ. തൂണുകളില്ല, മതിലുകളില്ല, ആഡംബരങ്ങളില്ല, ആർഭാടങ്ങളില്ല, 8 മടം നീളവും 10 മടം വീതിയുമുള്ള ആകാശത്തും മടയൊന്ന് തുമ പെയ്താൽ ആകാശത്തിന്റെ മഴത്തുള്ളികൾ മുഴുവനും ആ ഗൃഹനാഥന്റെ ദാടി രോമങ്ങളിൽ തടം തെല്ലിയാത്തൊടുക്കുന്ന മദീനയിലൊരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? വീടുമായി ബന്ധപ്പെട്ട ഖുർആന്റെ 3ാമത്തെ പരാമർശമേതാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇത്ര വലിയ വീടുണ്ടായിട്ട് നമുക്കെന്ത് കാര്യമേതാ? ഞാനൊരു വീടിനെ പറഞ്ഞു തരട്ടെയോ? ആ വീടിന്റെ അവസ്ഥ ഏതെന്നറിയോ? 24,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ബെഡ്റൂമിലാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ജയലളിതയുടെ കിടപ്പുമുറി. 24,000 ചതുരശ്ര മീറ്റർ, 24,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള കിടപ്പുമുറിയിൽ കിടന്ന ഭരണാധികാരിയുടെ കഥ കണ്ടവരോട് ലോകത്തിന്റെ ഭരണാധികാരി, പേർഷ്യ അടക്കമുള്ള ലക്ഷക്കണക്കിന് കിലോമീറ്റർ വിസ്തൃതമായ മദീന ലോകത്തിന്റെ രാജാധികാരി, അല്ലാഹുവിന്റെ റസൂൽ കിടന്നിറങ്ങിയ കിടപ്പുമുറിയേതാ? 8 മടം നീളമുള്ള 10 മടം വീതിയുള്ള ആ വീടിന്റെ പൊക്കം നിങ്ങൾക്കറിയണോ? മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ജീവിച്ച ആളാ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയാ, ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോ എന്റെ ഉപ്പയെങ്ങാനും കയ്യിൽ പിടിച്ചിട്ട് എന്നെ ഒന്ന് പൊന്തിച്ചിരുന്നെങ്കിൽ എന്റെ തല പോയി ഹബീബായ മുത്തു മുസ്തഫാന്റെ വീടിന്റെ ചുമരിൽ തട്ടുമായിരുന്നു. ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് മേലോട്ട് പൊന്തിച്ചാൽ ആ കുഞ്ഞിന്റെ തല പോയി മൊച്ചിൽ മുട്ടുന്ന രീതിയിൽ പൊക്കം കുറഞ്ഞ വീടാണ്. ആ വീടിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ആ വീടിനെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തുണ്ടായത്. ചെറുപ്പക്കാരാ, ഖുർആനിലെ 114 അധ്യായത്തിൽ ഒരധ്യായത്തിന് അല്ലാഹു പേര് വെച്ചത് സൂറത്തുൽ ഹുജറാത്ത്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ എന്ന അർത്ഥം. എന്റെ പൊന്നുമോനെ, നമ്മുടെ കിടപ്പറയിൽ ഭാര്യയുമായി പിണങ്ങിയിട്ട് എത്ര രാത്രികൾ, നമ്മുടെ കിടപ്പറയിൽ നടന്ന വഴക്കുകൾ എത്ര, നമ്മുടെ കിടപ്പറയിൽ വീണ കണ്ണുനീരുകൾ എത്ര. എന്നാ നിനക്കൊരു കിടപ്പറ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? സൂറത്തുൽ ഹുജറാത്ത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ 3 മാസം പട്ടിണി കിടന്നിട്ട് വിഷം നെട്ടിയ വയറുമായിട്ടൊരു ഭാര്യയും ഭർത്താവും നിങ്ങളുടെ വിശപ്പ് സഹിച്ചിട്ടു ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കിടന്ന റൂമുണ്ടല്ലോ, ബെഡ്റൂം ഉണ്ടല്ലോ. ആ ബെഡ്റൂമിനെയാണ് ഖുർആനിൽ അല്ലാഹു പേര് വെച്ച് പറഞ്ഞത്, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. ആ റൂമിന്റെ പുറകിൽ ഇരുന്നിട്ട് അങ്ങേ വിളിക്കുന്നവരില്ല നബിയേ. പൊന്നുമോളെ, കാസർഗോഡ്
കേൾക്കുന്ന പൊന്നുമോള്, ഭർത്താവിന്റെ കൂടെ നിന്നിട്ട് ആ വീടിന്റെ പ്ലാനുകൾ നീ തയ്യാറാക്കുമ്പോ പൊന്നുമോളെ, നിനക്കും കാസർഗോഡ് വീടില്ലേ, നിനക്കും ബേക്കറി വീടില്ലേ? എന്നാൽ ഞാനൊരു പെണ്ണിന്റെ സൗഭാഗ്യത്തെ പറയട്ടെയോ, 3 മാസം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ കാരൊക്കെ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ എന്റെ ഭർത്താവിനോടൊത്ത് ജീവിച്ചതെന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു തആലയുടെ വീടുണ്ടല്ലോ, ആ വീടാണ് ലോകത്തിന്റെ സ്വർഗമെന്നറിയപ്പെട്ടത്. മാബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാലിൽ ജന്ന. ലക്ഷക്കണക്കിന് ആഷിഖീങ്ങൾ കടന്നു വരുന്ന അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അതിരട്ട അനുരാഗം കൊണ്ട് കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുക്കുന്ന ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടത്രേ. അത് നൈനിറ്റാളല്ല, അത് ചിറാപുഞ്ചിയല്ല, അത് ലോസ് ആഞ്ചലസ് അല്ല, അത് ഹിമവാതം പെയ്യെടുക്കുന്ന കാശ്മീരിന്റെ തീരങ്ങളല്ല. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെന്നോ ബ്രൂണൈ സുൽത്താനടക്കം മദീനയിലെ ഈത്തപ്പഴ കച്ചവടക്കാരൻ പോലും 2 റക്അത്ത് നിസ്കരിക്കാൻ പാതിരാവിന് ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാരുടെ സ്ഥലമാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിലെ സ്വർഗമെന്ന് പറഞ്ഞ ഞാൻ നിങ്ങളെ 2 റക്അത്ത് നിസ്കരിക്കാൻ 10,000 മുടക്കിയിട്ട് പോകുന്ന ആ കൊച്ചു സ്ഥലമേതാ? ആ സ്ഥലമാരുടെ സ്ഥലമെന്നറിയോ പെങ്ങള്? അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്. മാബൈന ബൈതി, എന്റെ വീടെന്ന് പറഞ്ഞാൽ അത് ബൈത്തു ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ഒരു ദിവസം പോലും ഭക്ഷണം നിറച്ചു കഴിയാത്ത പട്ടിണിയായിരുന്നു ആ വീട്ടിലെ ആ പെണ്ണിന്. എന്നിട്ട് പോലും ആ വീട് ലോക ചരിത്രത്തിന്റെ സ്മാരകമായി മാറൂ. ആ വീട്ടിലെ അവസ്ഥ നിങ്ങൾക്കറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എനിക്ക് പറയാനേറെയുണ്ട്, ഇതിന്റെ ഇടയിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധ മാറിപ്പോകരുത്. ആ വീട്ടിലെ പെണ്ണ് പറയുകയോ, അവസാനം എന്റെ ഭർത്താവ് മരിക്കുന്ന നേരത്ത് എന്റെ മടിയിൽ തലവെച്ചാണ് കിടക്കുന്നത്. സക്കറാത്തിന്റെ വേദന എത്തിയപ്പോ എന്നോട് പറഞ്ഞു, ആയിഷ പല്ല് തേക്കണം ആയിഷ. ഞാൻ എന്റെ ഭർത്താവിന് പല്ല് തേച്ചു കൊടുത്തു. ഒരു അറാക്കിന്റെ കമ്പെടുത്തിട്ട് എന്റെ വായിൽ വെച്ചിട്ട് കടിച്ചു മൃദുലമാക്കി. ആ മൃദുലമാക്കിയ കമ്പ് കൊണ്ടെടുത്ത് കൈകൊണ്ട് എന്റെ ഭർത്താവിന്റെ കവിളണയിരുത്തുണ്ട്. ആ മുഖം എന്റെ പള്ളയിലേക്ക് ചേർത്ത് വെച്ച് ഉമ്മ കുട്ടിക്ക് പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ഞാൻ എന്റെ ഹബീബായ നബി തങ്ങൾക്ക് അവസാനം പല്ല് തേച്ചു കൊടുത്തു. മരണത്തിന്റെ വേദന കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് കൈപൊക്കാൻ കഴിയില്ല. പല്ല് തേച്ചു കൊടുത്തപ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വിരലുകൾക്കിടയിലേക്ക് മുറുകെ പിടിച്ചു. അബൂബക്കർ എന്റെ പിതാവ് കൈ പിടിച്ചിട്ട് ആ വിരലിലേക്ക് കൊടുത്തപ്പോ കല്യാണ ദിവസം എന്റെ കൈവിരലിന്റെ ഇടയിൽ കോത്തുപിടിച്ചതുപോലെ എന്റെ കയ്യിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഹബീബ് കോത്തുപിടിച്ചു. ആയിഷ, ഞാൻ പോവട്ടെ ആയിഷ? എവിടെ കാണി നബിയേ? ഇലാ റഫീഖിൽ അലാ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ പോവുക.